നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയിലെയാണ്. ആലപ്പുഴയും കൊല്ലത്തിനെയും ഇടയ്ക്കായിട്ടുള്ള നമ്മുടെ സ്വന്തം മതസൗഹാർദ്ദത്തിൻ്റെ പീരിയഡായിട്ടുള്ള നാടായ ഓച്ചിറയിൽ നിന്ന് നേരെ തുടങ്ങി കായംകുളം വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. ഓച്ചിറയിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിലവിലിപ്പം ഓച്ചിറ ഭാഗത്തുകൂടിയാണ്, അതായത് അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഭാഗത്തുകൂടിയുള്ള നമ്മൾ വലതുവശത്തായിട്ട് കാണുന്ന റോഡിൻ്റെ ആ ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പം എറണാകുളത്തോട്ടുള്ള വാഹനങ്ങളും കൊല്ലത്തോട്ടുള്ള വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത്. നിലവിലിപ്പം പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിയുന്ന ഭാഗത്ത് നിന്ന് നേരെ മുമ്പോട്ട് നമ്മൾ കായംകുളം ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലത്തായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലുമായിട്ട് 6 വാൾ ബ്ലോക്ക് ഉയർത്തി വലതു ഭാഗത്തായിട്ട് അത്യാവശ്യം നീളത്തിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ 2 മാസം ആയിട്ടുണ്ട്. ഇനിയിപ്പം 2 മാസം മുമ്പേ ഉള്ള കാഴ്ച കാണണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ. അന്ന് ഇടതുഭാഗത്തായിട്ട് കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് ഈ 6 വാൾ ബ്ലോക്ക് ഉയർത്തുന്ന പണികളായിരുന്നു. അന്ന് നമുക്ക് വലതുഭാഗത്തായിട്ട് ഉയർത്തി വച്ചിരിക്കുന്ന 6 വാൾ ബ്ലോക്കിൻ്റെ ഭാഗത്തായിട്ട് മണ്ണൊന്നും ഇട്ട് ഉയർത്തിയിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് പഴയ കാഴ്ചകളിൽ നിന്നും പുതിയ കാഴ്ചകളിലേക്ക് തിരിച്ചു വരാം. നമ്മൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13/3/2025 വീഡിയോ എടുത്തത്. രാവിലെ ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ എടുത്ത വീഡിയോ ആണ്. നമുക്കിപ്പം ഇവിടെ വരുമ്പം അജന്ത, അടുത്ത ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജംഗ്ഷനാണ്. മുക്കട എത്തുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ജംഗ്ഷനാണ് അജന്ത ജംഗ്ഷൻ. അപ്പം അതിൻ്റെ അടുത്തായിട്ട് വരുമ്പം വലതുഭാഗത്തായിട്ട് എത്രത്തോളം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ കൊണ്ടുവന്ന് ലോഡും അടിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വലതുഭാഗത്ത് ആ 6 വാൾ ബ്ലോക്ക് ഉയർത്തുന്നതിനനുസരിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടക്കുന്നുണ്ട്. നമ്മളിപ്പം അജന്ത ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വീതിക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ബോക്സ് കൾവർട്ട് വെക്കുന്നതിനേക്കായി കുറച്ചും കൂടെ അത്യാവശ്യം നല്ല വീതിക്കായിട്ടാണ് അവിടെ കൾവർട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഇവിടെ നമ്മൾ അജന്ത ജംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ മുക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ട് പോകുമ്പം പുതിയ അപ്ഡേറ്റ് എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതുവഴിയാണ് ഇപ്പം സർവീസ് റോഡ് ടാർ ചെയ്ത് ആ ഒരു വശത്തുകൂടിയാണ് ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകേണ്ട വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങൾ ഇപ്പം ഇടതുഭാഗത്തായിട്ട് 3 വരിക്കായിട്ട് കുറച്ച് ഭാഗം ടാർ ചെയ്ത ആവശ്യത്തോടെയാണ് നമുക്കിപ്പം KSRTC ബസ് വരുന്ന ആ ഒരു വഴി കൂടിയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്തൊക്കെ ഇവിടെ കുറച്ച് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡൊക്കെ ഉണ്ട്. പിന്നെ അതുപോലൊക്കെ തന്നെയുള്ള പണികളൊക്കെയാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങൾ ലോഡുമായിട്ട് വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന പണികളാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ 2 മാസം മുമ്പേ ഉള്ള വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് 2 മാസം മുമ്പേ ഉള്ള ഈ ഒരു ഏരിയയിലെ കാഴ്ചകൾ. അന്ന് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മിറ്റിൽ ഇറക്കാൻ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ്. ഇപ്പോഴത്തെ കാഴ്ചകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു ഏരിയയിൽ ഇപ്പം മിറ്റിലൊക്കെ ഇട്ട് നിരത്തുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം മുക്കടയിലെ അണ്ടർപാസിൻ്റെ കയറ്റം കയറുന്നതിന് വേണ്ടിയിട്ട് വലതുഭാഗത്ത് വെച്ചിരിക്കുന്ന 6 വാൾ ബ്ലോക്കിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഒരു പോച്ച കിളിച്ചിരിക്കുകയാണ്, പുല്ല് കിളിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുതിയ കാഴ്ചകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പം കുറച്ചും കൂടെയൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തിയെടുത്ത പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം അവരിപ്പം കുറേശ്ശെ പണി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഏത് നിമിഷവും വേണമെങ്കിൽ വലതുഭാഗത്ത് സർവീസ് റോഡ് പണി കഴിഞ്ഞിട്ട് അതിൽ കൂടി വാഹനങ്ങൾ കടത്തിവിടാം എന്നാണ് തോന്നുന്നത്. ഇപ്പം ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അവിടെ നമ്മുടെ 2 മാസം മുമ്പേ കണ്ട കാഴ്ചകളെ പോലെ തന്നെയാണ്. അവിടെ ഇപ്പം കുറച്ച് ഡ്രൈനേജിൻ്റെ പണി അവിടെ തുടങ്ങിയിട്ട് അത് അതേപോലെ തന്നെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം അത്രയും പണികളെ നമുക്കിപ്പം മുക്കടയിലെ അണ്ടർപാസിൻ്റെ അടുത്ത് വരുമ്പോൾ ഉള്ള ഭാഗത്ത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയത്തക്ക രീതിയിലുള്ള വലിയ പണിയൊന്നും നമുക്കിപ്പം മുക്കടയിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് നടന്നിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം അണ്ടർപാസുകളിൽ മണ്ണ് അടിച്ച് നികത്തിയിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് തന്നെ വടക്കേ സൈഡിൽ മണ്ണടിച്ച് നികത്തിയിരിക്കുന്നത് മുക്കടയിലെ അണ്ടർപാസിൻ്റെ അടുത്ത് മാത്രമായിട്ടാണ് ഇത്രയും ഉയർത്തിയിരിക്കുന്നത്. മുക്കട അണ്ടർപാസിൻ്റെ അടുത്തും ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. സൂക്ഷിച്ചു വരിക അണ്ടർപാസിൻ്റെ അടുത്തെത്തുമ്പം. അപ്പം നമ്മളിനി നേരെ വരുന്നത് കൃഷ്ണപുരം ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം കുറച്ച് മണ്ണൂടൊക്കെ കൊണ്ടുവന്ന് ഇട്ട് ലെവലൊക്കെ ആക്കി ഒരുവിധം നിരപ്പൊക്കെ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗം. അപ്പോൾ കൃഷ്ണപുരത്ത് എത്തുമ്പം നമുക്കൊരു എന്താ പറയുക, ഒരു
ഒന്ന് വെട്ടിത്തെളിച്ച മാതിരി തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ ഇപ്പോൾ കൊണ്ടുവരാം. വെയിറ്റ് ചെയ്യും. ഇതാണ് 2 മാസം മുമ്പേ ഉള്ള കൃഷ്ണപുരം പാലത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ. കുറച്ച് മണ്ണ് അന്ന് അടിച്ച് നികത്തി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് നികത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത സൈഡിലാണ് കൃഷ്ണപുരം ക്ഷേത്രക്കുളം ഉള്ളത്. അന്ന് അവിടെ പണി തുടങ്ങിയിട്ടില്ലായിരുന്നു. ക്ഷേത്രക്കുളത്തിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അവിടെ ഡ്രൈനേജിൻ്റെ പണി അവിടെ കൊണ്ട് പെൻഡിങ്ങിൽ വന്ന് നിൽക്കുമായിരുന്നു ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം. ഇതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ. കുറച്ചും കൂടെ കൊണ്ടുവന്ന് മണ്ണടിച്ച് നികത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പം പാലത്തിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൊട്ട് ഇടത് ഭാഗത്തായിട്ട് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകുന്നതിന് വേണ്ടി വേർതിരിച്ചുകൊണ്ട് തന്നെ അവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കമ്പികൾ ഉയർത്തി വെച്ചിരിക്കുന്ന പണികൾ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കൃഷ്ണപുരം ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തായിട്ട് അവർ ഡ്രൈനേജ് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം അവിടെ കുളത്തിൻ്റെ കുറച്ച് ഭാഗത്തെ പണി അവിടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് തന്നെ പണി കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടുന്ന് കുറച്ചും കൂടെ നാണ്ട ഈ വളവ് വരുന്ന ഭാഗത്ത് നിന്ന് ഇടത്തോട്ടൊരു റോഡ് കടന്നു പോകുന്നുണ്ട്. കൃഷ്ണപുരം ക്ഷേത്രത്തിലോട്ടും പിന്നെ പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ കായംകുളം രാജാവിൻ്റെ കൃഷ്ണപുരം കൊട്ടാരത്തിലോട്ടും പോകുന്ന വഴിയാണ്. നമുക്ക് ഇവിടുന്നും തിരിയാം. പിന്നെ നമ്മളിപ്പം നേരത്തെ കണ്ട മുക്കട അണ്ടർപാസിൻ്റെ അടുത്ത് നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കൃഷ്ണപുരം പാലസിലോട്ട് പോയി കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇനി നേരെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KPSC ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പം ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ കുറച്ചും കൂടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്നത്തെ കാഴ്ചകൾ ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. അന്നത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇതാണ്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അന്നത്തെ കാഴ്ചകൾ. തൊട്ടടുത്ത സൈഡിലായിട്ട് തന്നെ പഴയ പോസ്റ്റുകളൊക്കെ നിൽക്കുകയാണ്. പഴയ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇല്ല, അതെല്ലാം പിഴുതു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്ത് ക്രാഷ് ബാരിയറുടെ നിർമ്മാണം ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു, ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്ത് അന്ന് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പകുതിയോളം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റാണ് അന്നത്തെ കാഴ്ചകൾ. ഇന്നത്തെ കാഴ്ചകളിൽ ഇത്രയും പണിയായിരുന്നു നടന്ന് കഴിഞ്ഞിരുന്നത്. ഇനി നമുക്ക് നേരെ പുതിയ കാഴ്ചകളിലേക്ക് വരാം. ഇപ്പോൾ പുതിയ കാഴ്ചകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൽ നിന്നും അത്യാവശ്യം കുറച്ചും കൂടെയൊക്കെ പണി പുരോഗമിച്ചിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും പഴയ പോസ്റ്റുകളെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഏരിയയിൽ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇടതുഭാഗത്ത് ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ 2 സൈഡിലുമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തും തുടങ്ങിയിട്ടുണ്ട്, അപ്പുറത്തും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾക്കും ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങൾക്കും ഇപ്പം 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നീളത്തിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിഞ്ഞ് നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം KPSC ജംഗ്ഷൻ ഭാഗം എത്തും. തൊട്ട് വളവിന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവിടെ ടാർ ചെയ്യുന്നതിന് മുമ്പുള്ള പണികൾ പരിപാടിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങളും കൂടിച്ചേരുന്ന ഒരൊറ്റ റോഡിലോട്ട് വന്ന് നിൽക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പം ഇവിടെയും ചിലപ്പം ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പം അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പകുതിയോളം കഴിഞ്ഞ് നിൽക്കുകയാണ്. അത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ നേരെ KPSC ജംഗ്ഷൻ ഭാഗത്ത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം പണികൾ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഫ്രിക്ഷൻ സ്ലാബാണ് ഇവിടെ കുറച്ച് വലതു ഭാഗത്തായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. ഫ്രിക്ഷൻ സ്ലാബ് നമുക്കിപ്പം KPSC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കൃഷ്ണപുരത്തിന് ഇടയ്ക്കായിട്ടുള്ള അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബുകളായിരിക്കണം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത്. അത്രത്തോളം ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം തൊട്ടടുത്ത സൈഡിലായിട്ട് കാണുന്നതാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇനി കായംകുളം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ കായംകുളം ഭാഗത്തായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക്. അത് കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് മുതൽ കായംകുളത്ത് അണ്ടർപാസിൻ്റെ അടുത്ത് വരെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ. ഇപ്പം ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിൽ കുറച്ച് വീതിക്ക് ടാർ ചെയ്തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. അവിടെ ഇടതുഭാഗത്ത് കുറച്ച് സ്ഥലത്തൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്യാനുണ്ടായിരുന്നു. അതിപ്പം പൂർത്തിയായിട്ടുണ്ട് ഇടതുഭാഗത്ത്. വലതുഭാഗത്ത് ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പം അവിടെ ഇപ്പോൾ വണ്ടിയൊന്നും പോകാത്തതുകൊണ്ട് അത്രയും പൊടിയൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കത് ടാർ ചെയ്യാത്തതാണെന്ന് തോന്നുന്നത്. കുറച്ചും കൂടെ വലതുഭാഗത്ത് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്കിപ്പം ഇവിടെയും വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഈ ഫ്രിക്ഷൻ സ്ലാബ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്.
കാരണം നമുക്കിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ കായംകുളത്ത് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള കയറ്റം കയറേണ്ടി വരും. കയറ്റം കയറുമ്പോൾ 2 സൈഡിലുമായിട്ട് 6 വാൾ ബ്ലോക്ക് വെച്ച് ഉയർത്തണം, നടുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരണം. അത് കഴിഞ്ഞ് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എടുത്ത് വെക്കുന്ന സാധനമാണ് ഈ ഫ്രിക്ഷൻ സ്ലാബ് എന്ന് പറയുന്ന സാധനം. അപ്പം ഇത്രയും പണിയാണ് കായംകുളം ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പം പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പായിട്ട് താണ്ട് ഇവിടെയും ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ റോഡിൻ്റെ കുറച്ച് ഭാഗം കയറിക്കൊണ്ട് അവിടെ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം എത്തുമ്പോഴും സൂക്ഷിച്ച് വരാൻ നോക്കുക. നമ്മളിനി നേരെ കായംകുളം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇടതുഭാഗത്ത് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. തൊട്ടടുത്ത ഈ സൈഡിൽ ഡ്രൈനേജിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ പൂർത്തിയാകുന്നതോടുകൂടി ആലപ്പുഴ ജില്ലയിലെ ഏകദേശ ഡ്രോൺ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക്, അതായത് നമ്മുടെ തുറവൂര് മുതൽ ചേർത്തല വരെയുള്ള ഒരു വീഡിയോ, ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസ് എത്തുന്നതിന് മുമ്പ് വരെയുള്ള പാതിരപ്പള്ളി വരെയുള്ള ഒരു വീഡിയോ, പാതിരപ്പള്ളി മുതൽ പിന്നെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ വീഡിയോ, കളർകോട് വരെയുള്ളത്, കളർകോട് മുതൽ പിന്നെ അമ്പലപ്പുഴ വരെയുള്ള വീഡിയോ, അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ, പിന്നെ ഹരിപ്പാട് നിന്നും തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോ, പിന്നെ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോ, ഇപ്പം ഓച്ചറ മുതൽ കായംകുളം വരെയുള്ളൊരു വീഡിയോ. ഇത്രയും വീഡിയോയുടെ ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി എല്ലാ വീഡിയോയുടെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ അരൂര് മുതൽ തുറവൂര് വരെയുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ഡ്രോൺ വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ, അതായത് കാറിനകത്ത് വെച്ച് എടുത്തൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെയും കൂടെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ചാനലിലെങ്ങും കയറിപ്പോയി ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല, നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ടടിയിൽ തന്നെ കൊടുത്തിരിക്കാം. നമ്മളിപ്പം നേരെ കായംകുളം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം തൊട്ട് വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിൽ കുറച്ച് കൊണ്ടുവന്നിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. വലത്തേ സൈഡിൽ 6 വാൾ ബ്ലോക്ക് ഉയർത്തി കുറച്ചും കൂടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രത്തോളം പണി നമ്മളിപ്പം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ ഉള്ള ഭാഗത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പുരോഗമനമൊന്നുമില്ല, എങ്കിലും ഇത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാത്തിരിക്കുക.